നമസ്കാരം. ഒടുവിൽ ഇപ്പോൾ അമേരിക്കൻ ചേരിക്ക് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ടുവന്ന കപ്പൽ തകർത്തിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം. യുക്രൈൻ സൈന്യത്തിന് പിന്നാലെ അമേരിക്കൻ ചേരിക്കെതിരെയും ഇപ്പോൾ ശക്തമായിട്ടുള്ള കടന്നാക്രമണത്തിന് റഷ്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള വെടിക്കോപ്പുകളുമായി ഡൈസ മേഖലയിൽ നങ്കൂരമിട്ടിരുന്ന യുക്രൈനിയൻ കപ്പലാണ് റഷ്യൻ സൈന്യം തകർത്തിപ്പോൾ തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒഡസയിൽ നിന്ന് 30 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന യുഷ്നി തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലാണ് റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വലിയ രീതിയിലുള്ള ആയുധ ശേഖരവും വെടിക്കോപ്പുകളും കപ്പലിൽ നിന്നും ഇറക്കുന്നതിനിടെ റഷ്യ ഈ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. വെടിമരുന്ന് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ അത് യുക്രൈന് മാത്രമല്ല അമേരിക്കയെയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്നാണ് ആയുധങ്ങളും അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ യുക്രൈനിലേക്ക് കയറ്റുമതി ചെയ്തതെന്നാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ്റെ സ്റ്റേജിംഗ് ഏരിയകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ, അതുപോലെ തന്നെ എയർഫീൽഡുകൾ, പ്രതിരോധ വ്യാവസായിക സൗകര്യങ്ങൾ എന്നിവയൊക്കെ തന്നെ ആക്രമിക്കാൻ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും 700 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ അവ വഹിക്കാനും വളരെയധികം ശേഷിയുള്ള മിസൈലുകളാണ് റഷ്യ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ മിസൈലുകൾക്കാകട്ടെ സെക്കൻഡിൽ 2 കിലോമീറ്ററിലധികം ഹൈപ്പർസോണിക് വേഗതയിൽ പോലും സഞ്ചരിക്കാനും കഴിയും എന്നതാണ് പ്രത്യേകത. അമേരിക്കയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങൾ, ആ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് യുക്രൈൻ സൈന്യം തുടക്കം മുതൽ തന്നെ റഷ്യയോട് ഏറ്റുമുട്ടുന്നത്. ആയുധങ്ങളൊക്കെ തന്നെ നൽകുന്ന നടപടികൾക്കെതിരെ റഷ്യ നിരന്തരമായിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും തന്നെ അമേരിക്കൻ ചേരി ഇപ്പോൾ മുഖവിലക്കെടുത്തിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് റഷ്യയിൽ പതിക്കുന്ന ഏത് ആയുധത്തിനും ഏത് രാജ്യങ്ങളുടെ അടയാളമുണ്ടായാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന നിലപാട് റഷ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ യുക്രൈന് മേൽ അമേരിക്ക ഉൾപ്പെടെ കൊണ്ടുവന്നിരുന്നു. എങ്കിൽ പോലും യുക്രൈനുള്ള ആയുധ സപ്ലൈ നിർത്തിയിരുന്നില്ല. ഇതോടെയാണ് ആയുധങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകളും അതോടൊപ്പം തന്നെ വിമാനങ്ങളും ആക്രമിക്കുവാനായിട്ട് റഷ്യൻ സൈന്യം തീരുമാനിച്ചത്. പാശ്ചാത്യ സൈനിക സഹായമൊക്കെ തന്നെ എത്തിക്കുന്നതിനുള്ള നിർണായക പോയിന്റുകളായിട്ട് പ്രവർത്തിക്കുന്ന യുക്രൈൻ്റെ തീരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ തുറമുഖങ്ങളിലുമൊക്കെ തന്നെ വ്യാപകമായിട്ടാണ് റഷ്യ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ കപ്പലിനെ തന്നെ കടലിൽ മുക്കി കളഞ്ഞിരിക്കുന്നത്. ഇനി യുക്രൈനുള്ള ആയുധവുമായിട്ട് അമേരിക്കയുടെ എന്നല്ല ഏത് രാജ്യത്തിൻ്റെ കപ്പൽ വന്നാലും അന്നും ഈ ഒരു ആക്രമണം ഉണ്ടാകും എന്നതാണ് റഷ്യയുടെ തീരുമാനം. നിക്കോളോവ് മേഖലയിൽ നിന്ന് ആയുധങ്ങൾ നിറച്ചു വന്ന ഒരു ട്രെയിനും റഷ്യൻ സൈന്യം തകർത്തിട്ടുണ്ട്. റഷ്യയുടെ കൈവശം പഴയ സോവിയറ്റ് ബോംബുകൾ, അതായത് ഗ്ലൈഡർ കിറ്റുകൾ ഉപയോഗിച്ച് അവ വ്യാപകമായിട്ട് ഘടിപ്പിച്ച് ദീർഘദൂര ഗൈഡഡ് ആയുധങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇതും യുക്രൈൻ സൈന്യത്തിന് ഇപ്പോൾ വിനാശകരമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇതുവരെ ഈ രീതിയിൽ നവീകരിച്ച ഏറ്റവും വലിയ വേരിയൻ്റ് എന്ന് പറയുന്നത് തന്നെ FAB 3000 ആണ്. മതിയായിട്ടുള്ള ഉയരത്തിൽ വിന്യസിച്ചാൽ 37 മൈൽ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ പോലും ഇത് വെച്ച് ആക്രമിക്കാനായിട്ട് സാധിക്കും. അതായത് യുക്രൈൻ റഷ്യ സംഘർഷം മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചന കൂടിയാണ് ഇതിലൂടെ നമുക്കിപ്പോൾ വെളിവാകുന്നത്. യുക്രൈന് തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള മിക്ക സ്ഥലങ്ങളും, പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്ത റഷ്യൻ സൈന്യം യുക്രൈൻ സൈന്യത്തിൻ്റെ വലിയ വിഭാഗത്തെയാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇതിൽ യുക്രൈൻ സൈന്യത്തെ സഹായിക്കാനെത്തിയ അമേരിക്കൻ കൂലിപ്പടയാളികളും ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം ഏത് നിമിഷവും ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടക്കുമെന്ന ഭീതിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഭീതി നിലനിൽക്കെ ഇസ്രായേലിൽ വീണ്ടും ഒരു ചാവേർ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ബസ് സ്റ്റേഷനിൽ നടന്ന വെടിവെപ്പിൽ നിരവധി പേർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഇസ്രായേലിലെ ബീർഷബയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ആക്രമിയെ പോലീസ് വെടിവെച്ച് കൊന്നെങ്കിൽ കൂടിയും വലിയ ആശങ്കയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനുള്ളിൽ അടുത്തിടെ ഇത്തരം നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം. ഗാസയിലും അതോടൊപ്പം തന്നെ ലെബനനിലും ശക്തമായിട്ടുള്ള സൈനിക നടപടി തുടരുന്ന ഇസ്രായേലിനോട് പക വീട്ടാൻ ഇറാൻ അനുകൂല അനവധി ചാവേറുകൾ ഇതിനകം തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും സംശയിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഇസ്രായേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവെപ്പാണിത്. പരിക്കേറ്റവരെ ചികിത്സിച്ചു വരികയാണെന്നാണ് ഇസ്രായേലിൻ്റെ ദേശീയ എമർജൻസി മെഡിക്കൽ ഡിസാസ്റ്റർ ആംബുലൻസ് ബ്ലഡ് സർവീസ് വിഭാഗമായിട്ടുള്ള
മാഗൻ ഡേവിഡ് അഡോം MDA ജെറുസലേം പോസ്റ്റിനെ അറിയിച്ചത്. ഇതിൽ ഒരാളുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരെയൊക്കെ തന്നെ ബീർഷബയിലുള്ള സൊറാക്ക മെഡിക്കൽ സെന്ററിൽ പോലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയാണ്, വലിയ സന്നാഹമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി ഇസ്രായേലിൽ ടെൽ അവീവിൽ ഒരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലൈറ്റ് റെയിൽവേ സ്റ്റേഷന് സമീപമായിട്ട് ജെറുസലേം സ്ട്രീറ്റിൽ നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് 8ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ 7ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് പോലീസ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചത്. ഈ ആക്രമണത്തിൽ കുറഞ്ഞത് 2 തോക്കുധാരികളെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടും അതുപോലെ തന്നെ 2 ആക്രമികൾ കൊല്ലപ്പെട്ടതായിട്ടും ഇസ്രായേലിലെ അധികൃതർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിൻ്റെ തലേ ദിവസമാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്നതുമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ഇനി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ കൂടുതൽ ചാവേറാക്രമണം ഇസ്രായേലിൽ നടക്കുമോ എന്ന ആശങ്ക അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇസ്രായേലുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു കാരണവശാലും ആക്രമണം നടത്തരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും അമേരിക്കയ്ക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇറാൻ ചേരിയുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് നേരെ പോലും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിഗണിച്ച് അമേരിക്കയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായിട്ടുള്ള വിമാനങ്ങളൊക്കെ തന്നെ ഇറാന്റെ വ്യോമപാത ഒഴിവാക്കാനാണ് അമേരിക്കൻ അധികൃതർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ആക്രമിച്ചാൽ ചരിത്രത്തിൽ ഇന്നേ വരെ നേരിടാത്ത ഒരു പ്രഹരം ഇസ്രായേലിനെ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ ഓപ്പറേഷൻ സ്ട്രാറ്റജി അതെന്തായിരിക്കും എന്നത് വ്യക്തമല്ലെങ്കിൽ കൂടിയും പ്രതിരോധിക്കാനായിട്ട് മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ സൈനികർക്ക് ബൈഡന്റെ ഭരണകൂടം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം പ്രതിരോധിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഘർഷമുണ്ടായാൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതുമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. കാരണം അമേരിക്ക നേരിട്ട് ഇറാനെയും ആക്രമിക്കാൻ ഇറങ്ങിയാൽ റഷ്യയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും ഉൾപ്പെടെ ഇറാനെ സഹായിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങുമെന്നാണ് അമേരിക്ക കരുതുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ, ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് തന്നെ കണ്ടാണ് തൽക്കാലം ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്നതെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല, നാറ്റോ സഖ്യകക്ഷികളായിട്ടുള്ള ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും തുർക്കിയും ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടതും ഇസ്രായേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഹരമായി തന്നെ മാറിയിട്ടുണ്ട്. ബ്രിട്ടനും ഇപ്പോൾ സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. യുക്രൈനെ മുൻനിർത്തിക്കൊണ്ട് റഷ്യക്കെതിരെ നീങ്ങുന്ന അമേരിക്കൻ ചേരിക്ക് ഇറാനെ മുൻനിർത്തി റഷ്യ കണക്ക് തീർക്കുമെന്ന ഒരു ഭയമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.